ഞാനൊരു മദ്യാസക്തൻ ദൈവാനുഗ്രഹത്താൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് ഹായ് വിജയ്, ഹായ് 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 വിജയ മാഷെ, ഹായ് ഹായ്. ഹായ് ഹായ് വളരെ സന്തോഷമുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു മീറ്റിങ്ങിലൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഈ ഗ്രൂപ്പിൽ അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു വിഷയം കുടുംബ ജീവിതമാണ്. ശരിക്കും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുടി എന്ന് പറയുന്നത് ഒരു ശാരീരിക രോഗമാണ്, അതുപോലെ തന്നെ മാനസിക രോഗമാണ്, വൈകാരിക രോഗമാണ്, അതുപോലെ തന്നെ ആത്മീയ രോഗമാണെന്നൊക്കെ പറയുമ്പോൾ നല്ല സുഖമാണ് 4 മേഖല ഇങ്ങനെ വിശദീകരിച്ച് പറയാം. പക്ഷേ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മൾ ഡെയിലി ഫീൽ ചെയ്യുന്നതാണ്, അനുഭവിക്കുന്നതാണ്. ഈ ശാരീരിക പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ മാനസിക പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ വൈകാരിക പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് ചിലപ്പോൾ ആത്മീയത ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ നിത്യവും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ധാരാളമുണ്ട്. വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സ്വസ്ഥവും സ്വൈര്യവും സമാധാനവുമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാവുള്ളൂ. കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യവും ചിന്തിച്ചാണല്ലോ ചെയ്യുന്നത്. ചിന്തയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ ചിന്ത വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് ഒരു ലക്കും ലഗാനുമില്ല, എവിടെ നിന്നും വരാൻ ചിന്തയ്ക്ക് കാരണമായിട്ടുള്ള സംഗതി എവിടെ നിന്നാണ്? ചിലപ്പോ മറ്റൊരാളുടെ പെരുമാറ്റത്തിലാവാം, അല്ലെങ്കിൽ സാഹചര്യമാവാം, അല്ലെങ്കിൽ എന്താ പറയാ, ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാവാം. എവിടെ നിന്നായാലും വേണ്ടില്ല, ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ചിന്ത പോസിറ്റീവ് ചിന്തയാവാനുള്ള സാധ്യത വളരെ കുറവാണ്, പ്രത്യേകിച്ച് നമ്മൾ മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളുടെ പാസ്റ്റ് അത്ര ശോഭന അല്ല. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളമുണ്ട് താനും. ആ മനസ്സു വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള നമ്മുടെ മനസ്സ് ഒരു പുതിയ മനസ്സല്ല, പഴയ മനസ്സാണ്. ആ മനസ്സ് ഏതോ കാലം മുതൽ, അതായത് നമ്മുടെ ചെറുപ്പം മുതലേ രൂപപ്പെട്ട ഒരു മനസ്സുണ്ട്. ആ മനസ്സിൽ നമ്മൾ ചില കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു വെച്ച മനസ്സുകളാണ്. അതായത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്ന് നമ്മൾ ഓരോ കാഴ്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. കള്ളുകൂടി നിർത്തി കഴിഞ്ഞപ്പോഴും ഇതേപോലെ ഒരു കാഴ്ചപ്പാട് നമ്മൾ കുറച്ചും കൂടി നന്നാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ നന്നായിട്ട് പോകാമായിരുന്നു എന്നുള്ളത്. പക്ഷേ സാഹചര്യത്തിൽ ഒന്നും അങ്ങനെ നടക്കില്ല. ഭാര്യ അങ്ങനെ പെരുമാറില്ല, മക്കൾ അങ്ങനെ പെരുമാറില്ല, സാമ്പത്തികം അങ്ങനെ വരില്ല, ജോലിയുടെ കാര്യത്തിൽ അതങ്ങനെ പ്രശ്നം. എല്ലായിടത്തും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവും നടക്കില്ല. അങ്ങനെ വരുമ്പോൾ അസ്വസ്ഥമാവും. ഈ അസ്വസ്ഥതയെ എന്ത് ചെയ്യണം? നേരത്തെ ആയിരുന്നെങ്കിൽ പോയി 2 അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയും നമ്മൾ അസ്വസ്ഥത കൂടിക്കൊണ്ടേയിരിക്കുക ചെയ്യാം. അപ്പൊ ഇത്തരം ഒരു മനസ്സ് എനിക്കുള്ളത് പോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്കുണ്ട്. ഭാര്യയുടെ മനസ്സും അങ്ങനെയാണ്. മക്കൾക്കും ഉണ്ടൊരു മനസ്സ്.
അവരുടെ മനസ്സും അങ്ങനെ രൂപപ്പെട്ടു വെച്ചൊരു സാധനം. മദ്യപിക്കുന്ന സമയത്ത് രൂപപ്പെട്ടു വെച്ച ആ മനസ്സ് അതങ്ങനെ അത്ര പെട്ടെന്ന് മാറൂല. അതുകൊണ്ട് തന്നെ ഈ മദ്യപാനം അങ്ങ് മാറ്റി എന്ന് ഉള്ളത് കൊണ്ട് സ്വസ്ഥവും സ്വൈര്യവും സമാധാനമായി എന്ന് വിചാരിക്കാനും പറ്റില്ല. ഇനി ഒരുപാട് ദൂരം നമ്മൾ തരണം ചെയ്ത് നിരന്തര പ്രക്രിയയിലൂടെ മാറ്റി മനഃപൂർവ്വം മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥത കിട്ടുള്ളൂ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മനോഭാവം, അത് മാറ്റേണ്ടതുണ്ട്. പക്ഷേ മാറ്റണം എന്ന് പറയാൻ നല്ല സുഖമാണ്. പക്ഷെ അത് മാറ്റണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അങ്ങനെ അങ്ങോട്ട് മാറുകയില്ല. ഒരു ഉദാഹരണത്തിന്, നമ്മളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ ഓർമ്മ വരും. ഈ ഓർമ്മ വന്നു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മൾ അസ്വസ്ഥനായി. ദേഷ്യം പിടിച്ച സംഭവങ്ങളുണ്ട് ഇഷ്ടംപോലെ. ഈ ദേഷ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ഞാൻ വിചാരിച്ചതുപോലെയല്ല മറ്റേ ആള് പറഞ്ഞത്, ഞാൻ വിചാരിച്ചതുപോലെയല്ല മറ്റേ ആള് ചെയ്തത്. ഇത് കാണുമ്പോഴേക്കും നമുക്കത് കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ സമയത്താണ് നമ്മൾ ദേഷ്യം പിടിച്ചിട്ടുള്ളത്. ഇതേ സംഗതി മദ്യപാനം നിർത്തിയാലും ഉണ്ടാവും. നമ്മൾ വിചാരിച്ചതുപോലെയല്ല വർത്തമാനം പറയുന്നത്, നമ്മൾ വിചാരിച്ച പോലെയല്ല പെരുമാറുന്നത് മറ്റുള്ളവരെ. അപ്പൊ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. അപ്പൊ ഈ നമ്മൾ വലിയൊരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലാണ് ദേഷ്യം വരും. പക്ഷെ മാറ്റം വരുത്തിയാൽ, വളരെ ശ്രമിച്ച് മാറ്റം വരുത്തിയാൽ ഈ ദേഷ്യത്തെ വരെ നമുക്ക് മെല്ലെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതേപോലെ ഭയം, മദ്യപിക്കുന്ന കാലത്ത് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ മദ്യപാനം നിർത്തിയ ശേഷം ഭയത്തിന്റെ റൂട്ടൊന്ന് മാറി, പക്ഷെ ഭയം മാറിയില്ല. ഭയം അങ്ങനെ തന്നെ നിൽക്കുന്നു. നേരത്തെ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളല്ല ഇപ്പൊ ഭയപ്പെടുന്നതെന്ന് മാത്രം. ഇപ്പൊ ഭയപ്പെടുന്നത്, അയ്യോ ദൈവമേ, ഇനി എന്തെങ്ങനെ കൊണ്ടുപോവുക, ഇനി എങ്ങനെ ജീവിക്കുക, എങ്ങനെ ഇത് ശരിയാവുക എന്നുള്ള ഒരു ഒരു ഭയം. അതുപോലെ തന്നെ കുറ്റബോധം, ഉള്ളിലുള്ള ഇതുവരെ ചെയ്ത കുറേ കാര്യങ്ങൾ ഓർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം. ഇങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ഈ മനസ്സിനെ മാറ്റണം. ആദ്യത്തെ ചിന്ത, ഇതിനെ എനിക്ക് ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ ഒരടിസ്ഥാന ചിന്തയിൽ നിന്ന് മാത്രമേ ഇതിനെ മാറ്റാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ശരിയാണ്, ഞാൻ പറഞ്ഞതിനെന്താ തെറ്റ്, ഞാൻ ചെയ്തതിനെന്താ തെറ്റ്, ഞാൻ വിചാരിച്ച പോലെയല്ലേ ഞാൻ ചെയ്തത്, എപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ശരിയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ശരിയായ കാര്യമാണെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ പറയുന്നത് മാത്രം കേൾക്കുക എന്നിട്ട് അതുപോലെ ചെയ്യുക എന്നുള്ളതല്ല ഇതിൻ്റെ അകത്ത് വരേണ്ടത്. അതിന് സമയമെടുക്കും. അതായത് ആദ്യ ഘട്ടത്തിൽ ചിലപ്പോൾ എല്ലാത്തിൽ നിന്നും പിൻവാങ്ങിയിട്ട്, എന്നാ ഇനിയിപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റിപ്പോ ഇനി നിങ്ങൾ പറയൂ, ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കുറച്ചു കാലം അങ്ങനെ ചെയ്യാൻ നിന്നു എന്ന് കരുതുക. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പം പിടുത്തം വിട്ടു പോകും. പിടുത്തം വിട്ട് മറ്റുള്ളവർക്ക് പറയുന്ന പോലെ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് വീണ്ടും ടെൻഷൻ കയറി വരും. അപ്പൊ അതുകൊണ്ട് മറ്റൊരാൾ പറയുന്നത് പോലെ ചെയ്യലല്ല, എൻ്റെ ഇഷ്ടത്തിന് ചെയ്യലുമല്ല, മറിച്ച് ഒരു പൊതുവായ ഒരു ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വരേണ്ട കാര്യങ്ങളിലൂടെയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. അതിന് എന്ത് വേണം? ശരിക്കും സ്വതന്ത്രമായ ഒരു സംഭാഷണം വീട്ടിലുണ്ടാവണം. അതിന് കേൾക്കാൻ ആള് വേണ്ടേ? കേൾക്കണം. ശരിക്കും അതിലാദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം മറ്റവര്
ഈ ഭാര്യയോ മക്കളോ ഈ കേൾക്കാൻ തയ്യാറാവില്ല, കേൾക്കാനും തയ്യാറാവില്ല, മനസ്സിലാക്കാനും തയ്യാറാവില്ല. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇന്നലെ ഞാനൊരു മീറ്റിങ്ങിൽ ഷെയർ ചെയ്തതാണ്. ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കൽ. മറ്റൊരാളെ മനസ്സിലാവുക എന്നുള്ളത് ഏഹ്, എന്താ പറയാ, എത്ര വർഷങ്ങൾ എടുത്താലാണ് അതാവുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ എൻ്റെ ഒരു ഫീലിംഗ്, എൻ്റെ ഭാര്യ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു രക്ഷയില്ല, മനസ്സിലാവില്ല. ഇനി അവർക്ക് നമ്മളെ ഒരു ഭാവമാറ്റം വന്നാൽ ഇവരുടെ മനസ്സിലേക്ക് വരുന്നത് പഴയ ആളാണ്. അല്ലാതെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് മാറിയതാണെന്ന് ഇവരൊരിക്കലും വിചാരിക്കുന്നില്ല. ഓ, അയാളുടെ സ്വഭാവമൊക്കെ മാറി, അയാളിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല, എന്താ പറയാ, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടായി. എന്നാൽ ഇത് ചിലപ്പം ഇപ്പോ പ്രത്യക്ഷത്തിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ അസ്വസ്ഥമായി നടക്കുന്ന ഒരാളെ കാണുമ്പോൾ അത് അസ്വസ്ഥത കൊണ്ടാണ് അയാള് ഇങ്ങനെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ, അത് മനസ്സിലാവില്ല, അത് മനസ്സിലാക്കാതെ ഇയാൾ പിന്നെയും ഇതേ തുടങ്ങി പഴയ സ്വഭാവം എന്ന ചിന്തയാണ് പലപ്പോഴും വീട്ടിലുള്ളവർക്ക് ഉണ്ടാവുക. കാരണം അവര് നമ്മളെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഒന്നുകിൽ ഹാപ്പി ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വല്ലാതെ ഷൗട്ട് ചെയ്ത് നിൽക്കുക. അല്ലാതെ ഈ പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരാളെ നേരത്തെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും പ്രശ്നം നമ്മളെ അസ്വസ്ഥമാക്കി നടക്കുന്നത് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്ത് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ. ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ചിലപ്പോൾ പറയും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. മിക്കവാറും അത് നെവർ മൈൻഡായിട്ട് എടുക്കുകയും ചെയ്യും. അത് ഓ, അതിനാണ് ഇപ്പൊ ഇത്ര ഇതാക്കി നടക്കുന്നത്, ഞാൻ വിചാരിച്ചു വേറെ എന്തോ കാര്യമായിരിക്കുന്നു, വളരെ സില്ലി ആയിട്ട് അതിനെ ചിലപ്പം കൈകാര്യം ചെയ്യുകയും ചെയ്യും. അങ്ങനെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രശ്നം സോൾവ് ആയിട്ടില്ലല്ലോ. അതിനെ വില കുറച്ച് കാണുകയും പിന്നെ വേണമെങ്കിൽ ഒരു പണി കൂടെ ചെയ്യും, കുറച്ച് കുറ്റപ്പെടുത്തിയേക്കും. നിങ്ങളത് അങ്ങനെ ചെയ്യാൻ പോയിട്ടല്ലേ, നിങ്ങളിത് ഇങ്ങനെ ചെയ്യാൻ പോയിട്ടില്ലേ, നിങ്ങൾ ഇനി പഠിച്ചിട്ടില്ല, നിങ്ങൾ എത്ര കാലമായി, നേരത്തെയൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ, നിങ്ങൾ എന്തിനാണ് മീറ്റിങ്ങിന് പോണത് എന്നുള്ള തരത്തിലുള്ള ചില ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലും കൂടി വരും. അപ്പോഴേക്കും ഈ പ്രശ്നം വലുതാവും, പ്രശ്നത്തിന്റെ തീവ്രത കൂടും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതാണ്? ഈ ആം, എന്താ പറയാ, അസ്വസ്ഥമായ ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ നേരത്തെ ആയിരുന്നെങ്കിൽ പോയി കുടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോ കുടിക്കാൻ പറ്റില്ലല്ലോ, കുടിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിലോ വളരെ അധികം അസ്വസ്ഥനായി പോകും. അതുകൊണ്ട് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സോൾവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സോൾവ് ചെയ്യാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തലാണ്. ഈ യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവമാണോ, അതോ അതായത് മറ്റേ ആളുടെ പെരുമാറ്റമാണോ, അതോ ഞാൻ അതിനെ കാണുന്ന കാഴ്ചപ്പാടാണോ മാറ്റേണ്ടതെന്ന്. അപ്പൊ അവിടെ സിമ്പിളായിട്ട് നോക്കിയാൽ അറിയാം, മറ്റേ ആൾക്കാരെ, പ്രത്യേകിച്ച് ഭാര്യയും മക്കളെയും ഒന്നും മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവരെ നല്ല വഴിയിലാക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും അത് നടക്കൂല. പകരം തോറ്റു കൊടുക്കലല്ല, പകരം അതിനെ എന്താ പറയാ, ഉൾക്കൊള്ളാനുള്ള ഒരു 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 മനസ്സ്, അവരങ്ങനെയാണ്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ന് പറയുക, അതുപോലെ തന്നെ എന്നെ എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം ഒഴിവാക്കുകയും ചെയ്യാം. കാരണം അത് മനസ്സിലാക്കാൻ നിലവില് ഇവർക്ക് കഴിയില്ല എന്നുള്ളതും കൂടി തിരിച്ചറിയാം. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാനത് എങ്ങനെയാണ് മാറ്റിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഭാര്യയെ എന്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നോക്കി. അപ്പൊ അത് ഞാൻ ശരിക്കും വിശകലനം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, കാര്യമായ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അവര് ചെയ്യുന്ന കുറെ ജോലികൾ കാണുന്നു, അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, പക്ഷെ അവരുടെ ഫീലിംഗ് എന്താന്നുള്ള വിവരം ഒരിക്കലും ശ്രദ്ധിച്ചിട്ടേ ഇല്ല.
ആ ഫീലിങ്ങിന് സപ്പോർട്ടായിട്ട് ഒരു കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്തിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് ആ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഏതെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ആ ഇഷ്യൂന്റെ കാരണം, ആ അത് അങ്ങനെ ചെയ്യാൻ പോയിട്ടല്ലേ, നീ അത് അങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന്. ഏഹ്, നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു അത് ചെയ്യാൻ പോട്ടെ, ഞാൻ പറഞ്ഞല്ലായിരുന്നു നേരത്തെ, പിന്നെ അത് പോയി ചെയ്തിട്ടല്ലേ, അത് നീ അനുഭവിച്ചു എന്ന ഒരു ഒരു മറുപടിയാണ് ഇവര് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് പറയാതെ വരും. അതിന് പറയാതെ വന്നു കഴിയുമ്പോൾ ആ പ്രശ്നങ്ങൾ അവരുടെ അടുത്തും കൂടും. അപ്പൊ അവരുടെ അടുത്ത് പ്രശ്നങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമാണ്. നമുക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ കുറേ കുറേ നമ്മളുടെ കാഴ്ചപ്പാടിൽ നിന്നും അല്ലെങ്കിൽ മനോഭാവത്തിൽ നിന്നും കുറേ മാറേണ്ടതുണ്ട്. അതല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് നിലവിലുള്ളൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് കുറ്റപ്പെടുത്തുകയോ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ഉപദേശിക്കുകയോ ചെയ്യും. ഇത് ഉപദേശമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഉപദേശിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. ഉപദേശം എന്ന് പറയുന്നത് ഒരാളൊരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളോട് പോയിട്ട് കാര്യങ്ങൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അത് എൻ്റെ അടുത്തായാലും എനിക്കായാലും ഞാനൊരു പ്രശ്നം അനുഭവിച്ചിരിക്കുമ്പോൾ എന്നെ ഉപദേശിച്ചാൽ എനിക്ക് ദേഷ്യം വരും. ഈ ഉപദേശമല്ല വേണ്ടത്, കൂടെ നിൽക്കലാണ്. നമ്മൾ വേണം ഇവരെ കൂടെ നിന്ന് പരിശീലിപ്പിക്കാൻ. എങ്ങനെയാണ് കൂടെ നിന്നാൽ ഒരാൾക്ക് ആശ്വാസം കിട്ടുക? ഞാൻ പുറമേ ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഏഹ് എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ചിന്ത അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് എൻ്റെ കൂട്ടത്തിലുള്ള, എൻ്റെ കുടുംബത്തിലുള്ള ഒരാളുമില്ല. പിന്നെ ആരാ ഉള്ളത് നോക്കുമ്പോൾ ചില സൗഹൃദങ്ങൾ, അത് തന്നെ ഒരു 50% പോലും എന്നെക്കുറിച്ച് അറിയില്ല. ഈ എന്നെക്കുറിച്ച് അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും എൻ്റെ ഫീലിംഗ് ഒന്നും, എത്ര സൗഹൃദം ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാളെ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരാളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഒരേ ഒരാളാണ്, അത് ദൈവമാണ്. അത് അവിടെയാണ് ഈ ദൈവത്തിന്റെ പ്രാധാന്യം നമ്മൾ കാണുന്നത്. അതായത് എന്നെ എൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുന്നു. ഞാൻ ഈ ദൈവത്തിനോട് സംസാരിക്കുന്ന സമയത്ത്, കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ദൈവം മുഴുവനും ഇരുന്ന് കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്നെ ഈ ദൈവം ഉപദേശിക്കുന്നില്ല, എനിക്ക് എന്നെ ചീത്ത പറയുന്നില്ല, വഴക്ക് പറയുന്നില്ല, ഒന്നും പറയാതെ മുഴുവനും ഇരുന്ന് കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കേട്ടല്ലോ ദൈവം. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സമാധാനമുണ്ട്. അങ്ങനെ കേൾക്കാൻ ഒരു സൗഹൃദം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നോ എപ്പോഴോ മെച്ചപ്പെട്ടു പോയത്. ആ സൗഹൃദം നമുക്ക് വീടുകളിൽ ചിലപ്പോൾ കിട്ടാൻ പ്രയാസമായിരിക്കും. കിട്ടുന്നവരുണ്ടാവാം, നല്ല ലോണിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് കിട്ടുന്നവരുണ്ടാവും. കാരണം അവരും കുറച്ചൊക്കെ മാറേണ്ടതുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നവരുണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി അത് കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ നമുക്കത് ഇരട്ടിപ്പണിയാവുക ചെയ്യുന്നത്. കാരണം മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള വളരെ വിഷമം പിടിച്ച പണിയുടെ കൂടെ തന്നെ ഈ പറഞ്ഞ പെരുമാറ്റ സ്വഭാവ ശീലങ്ങളുടെ ആ, പ്രശ്നങ്ങളിലാണ് പലപ്പോഴും നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇപ്പൊ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ അതിനുള്ളതെല്ലാം കൊണ്ട് കളഞ്ഞിട്ടല്ലേ. ഇങ്ങനെ ഒരു ഡയലോഗ് കേൾക്കാനുള്ള സാധ്യത മിക്കവാറും എല്ലാ കുടിയന്മാരുടെ അടുത്തുണ്ട്. ഞാൻ എത്രയോ കേട്ടതാണ്. ഇത് കേൾക്കുമ്പോഴേക്കും വലിയൊരു അസ്വസ്ഥത സൃഷ്ടിക്കും. അപ്പോൾ അതിൽ നിന്ന് മോചിതനാവാൻ എന്നെ സഹായിച്ചത് ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് അവരെ എന്താ പറയാ, നല്ല വാക്ക് ചിലപ്പോൾ കേട്ടുകൊള്ളണമെന്നൊന്നുമില്ല.
പക്ഷേ എൻ്റെ സുബോധവും എൻ്റെ മദ്യരഹിതമായ ജീവിതവുമാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് ഇതിനോട് പ്രതികരിച്ച് നിന്ന് ഇത് ഞാൻ നശിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. സുബോധത്തോടു കൂടി നിലനിൽക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ആ, നമ്മള് കുടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാല്, കുടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് കാലം ഭയങ്കര സന്തോഷമായിരിക്കും വീടുകളിൽ. കാരണം എത്രയോ കാലമായി ആഗ്രഹിച്ച ഒരു കാര്യമാണ് വീട്ടുകാരൊക്കെ, ഇയാളുടെ കുടിയൊന്ന് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ കുടി അങ്ങോട്ട് നിന്ന് കിട്ടി. അപ്പോൾ ഏകദേശം ഇനി കുടിക്കൂല എന്നുള്ള ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ധാരണ വന്നു. കുടിക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ കുടിക്കാതെയൊക്കെ പോകുന്നു എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു വിശ്വാസം വരും, കുടിക്കില്ല. കുടി ഇത്രയും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു. ആ, അതായത് കുടിക്കുക എന്നുള്ള കുറേ കാലത്തെ ആഗ്രഹം സബലീകരിച്ച് കഴിഞ്ഞു. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഈ സന്തോഷം അവിടെ മെല്ലെ 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 കുറഞ്ഞു പോവുകയാണ്. അതായത് കുടിക്കുന്നില്ല എന്നുള്ള എന്റെ പേരിലുള്ള സന്തോഷം കുറഞ്ഞു 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 പോകും. ഇതെല്ലാ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാട്ടോ. ഇപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന്റെ ഫലമായി നമ്മളൊരു വീടുണ്ടാക്കി. നമ്മൾ വീട്ടിൽ താമസം തുടങ്ങി. ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ആ വീട്ടിൽ താമസം തുടങ്ങി ഏതൊരു ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ആ നല്ല വീടുണ്ടാക്കി താമസിച്ചതിന്റെ സന്തോഷം അങ്ങോട്ട് പോകും. ഇതേപോലെ ഒരു കാറൊക്കെ വാങ്ങിയാൽ, നല്ലൊരു കാറ് വാങ്ങണമെന്ന് കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. നല്ലൊരു കാറ് വാങ്ങിയ ഒരു കൊല്ലം അത് ഓടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കാറുണ്ട് എന്നുള്ളതിന്റെ സന്തോഷം അങ്ങ് പോയി. അപ്പോഴേക്കും അടുത്ത ലെയറിലേക്ക് പോവാണ്. അപ്പൊ കാറ് ഓൾറെഡി ഉണ്ടല്ലോ, ഇനിയിപ്പോ അത് സന്തോഷിക്കേണ്ട കാര്യമല്ലല്ലോ. നേരത്തെ ആയിരുന്നു അത് സന്തോഷം. ഇതേപോലെ ആ, ആ, ജോലി കിട്ടുക. അപ്പൊ ജോലി ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും അതിന്റെ ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ആ ജോലി കിട്ടി എന്നുള്ളതിന്റെ സന്തോഷം പോകും. ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ കാര്യം. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതും അങ്ങോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അടുത്തടുത്ത ഡിമാൻഡുകൾ, അടുത്ത സന്തോഷത്തിന്റെ ലെയറിലേക്ക് എല്ലാവരും കിടക്കും. വീട്ടുകാർ കിടക്കും, വീട്ടിലുള്ളവർ കിടക്കും. അതായത് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എന്നാലേ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുള്ളതോ, ഉള്ളത് കൂട്ടി നിർത്തിയതോ, അത് പിന്നെ ഇത്ര വലിയ കാര്യമാണ് അത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കലാകാലം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ കുടി നിർത്തി എന്നുള്ളത് ഓർത്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലുമില്ല. അതൊരു കുറച്ച് കാലത്തേക്കുള്ളൂ. പിന്നെ ഡിമാൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഡിമാൻഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാരണം നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പരാജയമായിരിക്കും ചിലപ്പോൾ. അത് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീവ്രമായി ശ്രമിക്കുകയായിരിക്കും. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നിലനിൽക്കാൻ വേണ്ടി ഏം, എന്താ പറയാ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിലൂടെ പറന്ന് നടക്കുകയായിരിക്കും. ആദ്യ കാലത്തൊക്കെ ഇങ്ങനെ പറന്ന് പറന്ന് നടന്ന് എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ മീറ്റിംഗ് ആയിട്ട് നടന്നാൽ മതിയോ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ടേ എന്ന ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ഒരാള് ആദ്യമൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ട് ഓടി നടക്കുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാരണം എല്ലാം നഷ്ടത്തിലാണല്ലോ, ഇനി പോയി കുറച്ച് കഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏഹ്, ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഓരോന്നും പറയുന്നത്. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നും പലതും നോക്കാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഈ ഓട്ടത്തിന് എതിരെ ഡയലോഗ് വരും. നിങ്ങൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നാൽ മതി, ഇപ്പൊ ഇപ്പോഴത്തെ കാര്യം നോക്കണ്ടേ, ഇപ്പോഴത്തെ നിങ്ങളെ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പരാതികളും വരാൻ സാധ്യതയുണ്ട്. അവിടെയും എന്താ പറയാ, ഒരു സാധാരണ മനുഷ്യ സഹജമായ ഒരു സ്വഭാവ സവിശേഷതയാണ് വീട്ടുകാരിൽ നിന്നൊക്കെ നമ്മൾ നേരിടേണ്ടി വരിക. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഇത്തരമുള്ള സ്വഭാവമുള്ള, അത് ഒരു സ്ത്രീ എന്നല്ല, ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും പൊതുവായ ഒരു സവിശേഷതയാണ് ഞാൻ പറഞ്ഞത്. ആഹ് എങ്ങനെയാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സമാധാനത്തോടു കൂടി ഇരിക്കുക? ഇങ്ങനെ കുറെ ഡിമാൻഡുകളും അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കുറ്റപ്പെടുത്തലുകളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവും? ഈ സമാധാനം ഉണ്ടായില്ലെങ്കിൽ ചിലപ്പം കുടിക്കാൻ പോകുമല്ലോ. അപ്പൊ സമാധാനം ഉണ്ടാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. എൻ്റെ ജീവിതത്തിന്റെ ഏത് തരത്തിലുള്ള മോശം പരിപാടിയുടെയും ഉത്തരവാദിത്വം എനിക്കാണ്. അതിന് ഞാൻ കണ്ട ഒരു കാര്യം തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. തുറന്ന മനസ്സ്, ഏതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിലേക്ക് വളരുക. ഇങ്ങനെയൊക്കെയാണ് ലോകം, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ. ഞാൻ വിചാരിച്ചതുപോലെ ഒരു കാര്യവും നടക്കില്ല. ആൾക്കാരെങ്ങനെയാണ്, അവരങ്ങനെ പെരുമാറും. അത് എൻ്റെ കുറ്റമല്ല. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തെങ്കിലല്ലേ, എൻ്റെ കുറ്റം കൊണ്ടല്ല. ഇനി അങ്ങനെ എൻ്റെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം കൊണ്ടോ എന്തെങ്കിലും ഇവർക്ക് ദോഷകരമായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള ശ്രമം നടത്തണം. ഞാൻ അവർക്ക് മേലെ കുതിര കയറാൻ പോവുകയോ അവരെ കുറ്റപ്പെടുത്താൻ പോവുകയോ അവരെ എന്താ പറയുക വേദനിപ്പിക്കാൻ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതൊന്നുമില്ലാതെയും ചിലപ്പോൾ ഈ പറഞ്ഞ ഈ സംഗതി ഇങ്ങോട്ട് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത്, അവർ അങ്ങനെയാണ്, അവർക്ക് ഇത് അറിയാത്തത് കൊണ്ടാണ് എന്ന് വെച്ച് അവർ പറഞ്ഞു എന്ന് വെച്ച് ഞാൻ അതിൻ്റെ അകത്ത് എന്താ പറയാ ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമില്ല. ഇതേപോലെ നമ്മളെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കഴിഞ്ഞ കാല വളരെ മോശമായിട്ടുള്ള അപമാനകരമായ കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ദുഃഖത്തിലേക്ക് ആഴ്ത്തും. ഈ കഴിഞ്ഞ കാലം നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് വിചാരിക്കുന്ന കുറേ ഘട്ടങ്ങളുണ്ട്. എനിക്ക് തെറ്റിപ്പോയി ഈ ചിന്ത ചിലപ്പോൾ ഓരോന്നും ചിലപ്പോൾ ലിസ്റ്റ് ചെയ്ത് വെച്ചവരുണ്ടാവും. അതായത് എനിക്ക് പറ്റിയ മെയിൻ മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് വെച്ചവരുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മിസ്റ്റേക്കുകളെല്ലാം പൊങ്ങി വരും. എനിക്ക് പറ്റിപ്പോയ തെറ്റുകൾ അത് ഇങ്ങോട്ട് ആവശ്യം ഒരു ഭൂതം പോലെയാണെന്നാണ് പറയുന്നത്. നമ്മൾ വളരെയധികം അസ്വസ്ഥനായി പോകും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തില് പഴയ കാലത്തെ മോശം കാര്യങ്ങളിലേക്ക് ചിന്ത കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ മേയാൻ വിട്ടാൽ പിന്നെ രക്ഷയില്ല. മേയാൻ വിടുക മീൻസ് അതിനെക്കുറിച്ച് പിന്നെയും പിന്നെയും ചിന്തിക്കുക. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം അതേ വേവ് ലെങ്തിലുള്ള ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മേലെ 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 വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന് ഏറ്റവും ആദ്യം വരുന്ന ചിന്തയിൽ നിന്ന് തന്നെ ആ പഴയ കാലത്തെ മോശം കാര്യത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് പ്രാക്ടീസ് ചെയ്താൽ നടക്കും. ഏതെങ്കിലും നമ്മൾ പഴയ കാലത്തേക്ക് ചിന്തിക്കുന്നത്, പഴയ കാലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴോ ആദ്യം നമ്മൾ പഴയ കാലത്തേക്ക് ആ ചിന്ത പോവുക. അത് ചിന്ത പോവാതിരിക്കാൻ പറ്റില്ല, അത് പോവും. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതിലേക്ക് ചിന്ത പോകുന്ന സമയത്ത് ആ ചിന്താ പ്രക്രിയയിൽ ചെറിയൊരു മാറ്റം നമുക്ക് വരുത്തി വെച്ചാൽ മെച്ചപ്പെടുത്താൻ കഴിയും. എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്ത് ഒരുപാട് മോശം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം എടുക്കണം. അതെന്നെ, എൻ്റെ ജീവിതം എന്നെ എന്തു പഠിപ്പിച്ചു, ആ സംഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം എന്താണ്, ഇത് നിരന്തരം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സംഭവം ഓർമ്മ വരുമ്പോഴേക്കും ആ പഠിച്ച കാര്യം ഓർമ്മ വരും. അനുഭവങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാലങ്ങളിലെ മോശം കാര്യങ്ങളിലേക്ക് ചിന്ത പോയി അതിനെ മോശപ്പെട്ട രീതിയിലൂടെ മാത്രം സഞ്ചരിക്കുന്നതിന് പകരം അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ആ ഒരു
സംഭവം എന്നെ പഠിപ്പിച്ച കാര്യം ഇന്നതാണ്, അതിൽ നിന്ന് ഞാൻ ഇന്നത് പഠിച്ചു. അപ്പൊ ഇനി മുതൽ ആ കാര്യം ഓർമ്മ വരുമ്പോൾ അതിൽ നിന്ന് പഠിച്ച കാര്യമാണ് ഓർമ്മ വരേണ്ടത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഓർമ്മ വരുത്തേണ്ട ഒരു കാര്യം, നമ്മൾ ഓർക്കാതെ പോകുന്ന ഒരു കാര്യം, തീരെ ഓർക്കാതെ പോകും. അതായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ പേര് മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കൂടെ കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ഒരു 10-20 പേരെങ്കിലും എൻ്റെ പ്രായത്തിൽ താഴെയുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയി. ഞാനിപ്പോ ജീവനോടെ ഇരിപ്പുണ്ട്. ഇതാണ് ഓർക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജീവനോടെ ഇരിക്കുന്നു, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. ഇതൊരു ഏതെങ്കിലും മോശം കാര്യം ഓർക്കുമ്പോൾ ഇതൊരു പോസിറ്റീവാണ്. ഞാനിപ്പോഴും ഉണ്ട്, ആൾക്കാരോട് സംസാരിക്കാനും കൂടെ നടക്കാനും ഒക്കെ ഞാനിപ്പോഴും ഉണ്ടല്ലോ. അത് എത്രയോ കുടുംബങ്ങളിൽ അവരൊക്കെ പോയിരിക്കുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, എത്രയോ അനുഗ്രഹങ്ങൾ. ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. വീടുണ്ട്, വണ്ടിയുണ്ട്, ഭാര്യ കൂടെ ഉണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്. ഇതൊക്കെ എല്ലാ സംഗതികളും ഉണ്ട്. അപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ചാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. നഷ്ടങ്ങളെ കുറിച്ചാണ് വരിക. കഷ്ടപ്പാടുകളെ കുറിച്ചാണ് മനസ്സിൽ വരിക. ഈ അത് ഈ രസം എന്താന്ന് വെച്ചാൽ, അത് ഇപ്പോഴാണ് അത് കഷ്ടപ്പാടാണെന്ന് തോന്നുന്നത്. ഈ ഏത് കാലഘട്ടവും നമ്മളെ എന്താ പറയുക, സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം ആ ഘട്ടത്തില് ഇന്നലെ ആ കാലത്ത് ഉറങ്ങാൻ ഘട്ടത്തില് ഭയങ്കര പാടാ. രാവിലെ എണീക്കൂല. എണീക്കില്ല. അപ്പൊ ആ ഘട്ടത്തില് ഓക്കെ, നമ്മള് ആ കഷ്ടപ്പാടുകളെ കുറിച്ചല്ലാതെ നമുക്കുള്ള നന്മകളെ കുറിച്ച് ഓർക്കാൻ നമ്മൾ ഒരു ശീലമുണ്ടാക്കിയാൽ മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന ഒരു കാര്യം ഗാന്ധിജിയുടെ ഒരു കോട്ടിങ്ങാണ്. ഗാന്ധിജി ഈ നമ്മുടെ കൂടെയുള്ള ഉണ്ടായിരുന്ന പല ആൾക്കാരും മരിച്ചുപോയി. അപ്പോൾ ശരിക്കും അവര് ഇവിടെ ബാക്കി വെച്ചിട്ട് പോയത് എന്താണ്? അവര് ഭൂമിയിൽ അവര് നിലനിർത്തി പോയ നല്ല നല്ല കാര്യങ്ങളാണോ ബാക്കി വെച്ചിട്ട് പോയത്, മോശം കാര്യങ്ങളാണോ ബാക്കി വെച്ചിട്ട് പോയത്? അവരെന്താണോ ബാക്കി വെച്ച് പോയത് അതാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോ നമ്മളും ഈ ഒരു ലോകം വിട്ടു പോകുമ്പോ ബാക്കിയുള്ളവർ സംസാരിക്കാൻ ഇടയുള്ള കാര്യം എന്തായിരിക്കാം? നമ്മളുടെ ചില ചെയ്തികളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഇപ്പോഴെന്തെങ്കിലും നല്ലത് ചെയ്തേ പറ്റൂ. നമ്മൾ മോശമാണ് ചെയ്തിട്ടില്ലെങ്കിൽ, ആരോ അവരുടെ ഫോൺ ഓണാണല്ലോ. ഓപ്പോ CPH, അത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഹലോ അഡ്മിൻ, അതൊന്ന് ഓഫ് ചെയ്യോ? ഓക്കെ. ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്ന് ഓക്കെ, അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നമ്മൾ ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കുട്ടി അടയ്ക്കുകയോ ചെയ്യുകയില്ല എന്ന് വാഗ്ദാനത്തിൽ പറയുന്നുണ്ട്. അത് അതായത് അതിന് ഖേദിക്കുന്നില്ല, മറിച്ച് അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റിയില്ല, മറിച്ച് അവിടെ നിന്ന് ഒരു പാഠം പഠിക്കുക എന്നുള്ളത്. പിന്നെ വേറെ നമുക്ക് വരുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് ഉത്സാഹഭരിതരാകും ചില കാര്യങ്ങൾക്ക്. ആ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ പോകും. കാരണം നമ്മൾ നമ്മുടെ ഒരു മനസ്സെന്ന് പറയുന്നത് ഒരു അഡിക്റ്റ് മനസ്സാണ്.
എന്നാൽ എന്ത് സന്തോഷം കിട്ടുന്ന എന്താണെങ്കിലും അത് തന്നെ ഇങ്ങനെ ചെയ്യും. ഇനിയിപ്പോ ജോലി ചെയ്ത് നല്ല പൈസ കിട്ടുന്ന ബിസിനസ് ഒക്കെ ആണെങ്കിൽ നല്ല പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കും, അതിന്റെ പുറകെ പോകും. അതല്ല, ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ നടന്ന് ആത്മീയതയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയും അതിന്റെ പുറകെ പോകും. ഇപ്പൊ എന്തിന്റെയും അങ്ങേയറ്റത്തേക്ക് പോകാനുള്ള ഒരു പ്രവണത സ്വാഭാവികമായിട്ട് നമ്മളിലുണ്ട്. അതിനെ ഒന്ന് നിയന്ത്രിക്കാനും കൂടി നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടി വീടുകളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇപ്പൊ അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ ഇതിന്റെ ശ്രദ്ധ വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വീട്ടിലുള്ളവരെ നമ്മൾ വീട്ടിൽ വന്നിട്ട് കാര്യമില്ല, കുടിക്കാതെ വന്നിട്ടും കാര്യമില്ല. അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ആവശ്യ ഘടകമാണ് എന്ന് തോന്നണം. അതായത് മറ്റുള്ളവരുടെ മനസ്സിലാക്കി അതിനെ കുറ്റം പറയല്ല, ചീത്ത പറയല്ല, മറിച്ച് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ വർത്താനം പറഞ്ഞു, ഓ ഞാൻ കുറേ വർത്താനം പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പൊ ഇത് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങണം, ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്ന് വെച്ചിട്ട് അത് പറയുന്ന മുഴുവൻ കേട്ട് അതേപോലെ ചെയ്യുക എന്നുള്ളതല്ല. കേൾക്കുക എന്ന് പറയുന്നത് ചെയ്യുക എന്നുള്ളതല്ല, നന്നായി കേൾക്കുക. അതിന് ശേഷം അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇത് എതിർത്ത് പറയേണ്ടതാണെങ്കിൽ അതിനൊരു സംശയ രൂപത്തിൽ അത് അങ്ങനെ ആയാലും ഇങ്ങനെ ആവില്ലേ എന്ന് ചോദിച്ച് ഉം, മറുപടി പറയുകയാണ് എങ്കിൽ അത് അവർക്ക് മനസ്സിലാവും. അതല്ല, പറയാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവും. പക്ഷെ അപ്പോഴേക്കും നമ്മളത് മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറയാൻ സമ്മതിച്ചിട്ടില്ല എങ്കിൽ അത് അവർ കേൾക്കില്ല. അപ്പോൾ അവർ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അവർ പറയണത് നമ്മൾ കേൾക്കണം, ഫുള്ള് കേൾക്കണം. ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് ഏഹ്, ഉം, പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇടയ്ക്ക് കയറി പറയുന്ന പരിപാടി ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടാണ് അതിലൊരു മാറ്റം വന്നത്. ആ, പറയേ. ആ, എന്നിട്ട് ആ ആ ശരി ശരി, ഓ ഓ, ഇങ്ങനെയുള്ള കുറെ മറുപടികൾ മാത്രമാണ് ആ ആ സമയത്ത് ഉണ്ടാവുക. അതൊക്കെ കഴിഞ്ഞ് ആ ആ ഓക്കെ ഓക്കെ, ആ ശരി ശരി. അപ്പൊ നമ്മൾ ഒന്നും മിണ്ടാതിരിക്കലും അല്ല, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ കുറെ ആം, ചെറിയ മറുപടികളൊക്കെ പറഞ്ഞ് ആ, നിൽക്കുക, അതാണ് ശരിക്കും വേണ്ടത്. പക്ഷെ സാധാരണ ഗതിക്ക് ഈ നമ്മൾ അറിയാതെ പറയും, അങ്ങോട്ട് പറയും, ഓ അല്ല, അവരാ അങ്ങനെ ഇതിങ്ങനെയാ, അതൊന്നും ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, അതൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു, ഏതായാലും എന്നിട്ട് ബാക്കി പറയും, എന്നിട്ട് ബാക്കി പറയുമെന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റപ്പെടുത്തൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി വരാൻ പറയുന്നത്. അപ്പത്തേക്ക് ഇവർക്ക് ബാക്കി വരാനുള്ള തോന്നൽ അവിടെ നിന്ന് പോകും. അപ്പൊ ശരിക്കും ഈ വീട്ടിൽ സംസാരത്തില് സ്വീകരിക്കേണ്ട കുറേ മെത്തേഡില് ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണത് കേൾക്കുക എന്നുള്ളത്. 5 തരത്തിലാണ് കേൾക്കുക എന്ന് പറയുന്നത്. അതായത് കേട്ടതായിട്ട് നടിക്കുക, അല്ലെ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് രീതി എന്ന് പറയുന്നത് ഇടയ്ക്കും പിടയ്ക്കും കുറച്ച് കേൾക്കുക, എന്നിട്ട് അപ്പത്തേക്കും മറുപടി പറയാം, കുറച്ച് കേൾക്കുക, അപ്പോഴേക്കും മറുപടി പറയാം. മൂന്നാമത്തത് ഉം, ശ്രദ്ധിച്ച് ഇങ്ങനെ മൂളി മൂളി കേൾക്കുക, ഒന്നും ശ്രദ്ധിക്കൂല, എന്നിട്ട് ചോദിക്കുക എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് മറ്റവർക്ക് തോന്നുന്ന തരത്തിലേക്ക്. അതിന്റെ അപ്പുറത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയും അവരുടെ വികാരങ്ങളും കൂടി മനസ്സിലാക്കുക. അവരെ ഒരു ഫീലിങ്ങിലായിരിക്കും ഇത് പറയുന്നത്. ആ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലായിട്ട് സാരല്ല എന്ന ഒരു ഡയലോഗ് കൂടി മറുപടി തുടങ്ങി കഴിയുമ്പോഴാണ് അവർക്കൊരാശ്വാസമാവുക. അവരിത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവാനാണ്. ആ ആശ്വാസം ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ പറയുന്നത് കേൾക്കുക വേണ്ട. ഞാനും പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടുള്ളതാണ്. നമ്മളൊരു വിഷയം ഒരാളോട് പറഞ്ഞാൽ എനിക്കത് ആശ്വാസം ഉണ്ടാകുന്നത് ആരോടെങ്കിലും പറയുമ്പോൾ കേട്ടു എന്ന് മനസ്സിലായാൽ മതി, നമുക്കൊരാശ്വാസമായി. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്യുന്ന ഒരു കാര്യം. അവിടെ ചെന്നിരുന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാവരും കേൾക്കും. ആ കേട്ടു എന്ന് മനസ്സിലായാൽ ഭയങ്കര ആശ്വാസമായി.
ഇത് തന്നെയാണ് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി കഴിഞ്ഞ് ദൈവത്തിനോട് പറയണത്. ഒക്കെ ദൈവം എല്ലാം കേട്ടു. ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഭയങ്കരമായ ഒരു ആശ്വാസത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത്. ഈ ഒരു ക്വാളിറ്റിയാണ് വീടുകളിൽ മറ്റുള്ളവരെ എടുത്തിട്ടുള്ളത്. അപ്പൊ മക്കളൊരു വിഷയം വന്ന് പറയുകയാണെങ്കിൽ ആ മക്കളോട്, മക്കൾക്ക് എന്നോട് ഇഷ്ടം വരണമെന്നുണ്ടെങ്കിൽ അത് അവര് പറയുന്നത് മുഴുവനും കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. എന്ന് വെച്ചിട്ട് അത് അനുസരിക്കലല്ല, അതിന് കീഴ്പ്പെടലുമല്ല. കേൾക്കുക എന്ന് പറയുന്നത്, കേട്ടതിന് ശേഷമാണ് എന്തെങ്കിലും പറയാൻ പാടുള്ളൂ. പിന്നെ ഇവരോട് ഇനി അങ്ങനെ വരുമ്പോഴാണ് ഈ തർക്കം ഉണ്ടാവുക. തർക്കം, അതായത് എപ്പോഴാണ് തർക്കം ഉണ്ടാവുന്നത്? ഒരു കാര്യത്തെക്കുറിച്ച് രണ്ടുപേര് രണ്ടാശയമായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഏതെങ്കിലും കുടുംബക്കാരുടെ വീട്ടിൽ കല്യാണം വന്നാൽ പോകണോ പോണോ പോണോ പോണ്ടേ, അതാണ് ഒരു വിഷയം. രണ്ടാമത്, എന്ത്, എപ്പോൾ പോകണം? രാവിലെ പോകണോ, ഉച്ചയ്ക്ക് പോകണോ, വൈകുന്നേരം പോകണോ, തലേദിവസം പോകണോ? ഈ കാര്യത്തിലൊക്കെ രണ്ടഭിപ്രായം ഉണ്ടാവും. അതുപോലെ തന്നെ പോയാൽ എന്തെങ്കിലും കൊടുക്കണോ, കൊടുക്കണം. കൊടുക്കണേ എന്ത് കൊടുക്കണം, എത്ര കൊടുക്കണം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും ഈ ഒരു വീട്ടിലുള്ള രണ്ടുപേരും ഒരേ അഭിപ്രായം ഉണ്ടാവുന്ന വളരെ അപൂർവമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണോ അവിടെ നടക്കേണ്ടത്, അതോ മറ്റവരുടെ അഭിപ്രായം കൂടി കൂട്ടിച്ചേർത്തിട്ടാണോ ഞാൻ തീരുമാനം എടുക്കേണ്ടത്? തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. മറ്റവരുടെ അഭിപ്രായം എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു സമയം കൊടുക്കണം. എന്നിട്ട് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്താലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ അഭിപ്രായം പ്രാവർത്തികമാക്കാം. അതല്ലാതെ നീ പറഞ്ഞൊന്നും ശരിയല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കതിന് താല്പര്യമില്ല, ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ബന്ധങ്ങളിൽ വല്ലാത്ത വിള്ളൽ വരും. ഇതേ കാര്യം ചെയ്യണമെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ കേട്ട് ഒരു ചെറിയ ഡിസ്കഷൻ വെച്ച്, അങ്ങനെ ആയാലും ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ, അങ്ങനെ പ്രശ്നമില്ല എന്ന് ചോദിച്ചിട്ട് ഒരു അപ്പോൾ പറയും, അത് വേണ്ടല്ലേ, പിന്നെ അങ്ങനെ ആക്കാം, അത് മതി എന്നാല് എന്ന് പറയുന്നതിലേക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ എവിടെ മുതൽ മെനക്കെടണമെന്നാണ് ആലോചിക്കേണ്ടത്. ഇതാണ് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത്. ചെറിയ സംഭവമായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടായിരുന്ന വലിയ പ്രശ്നം കുടിയായിരുന്നു. ഇപ്പൊ ആ കുടിയല്ല പ്രശ്നം. കുടിയേക്കാൾ ഉപരി ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ നമ്മൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ എല്ലാവരുടെയും ആഗ്രഹം സ്നേഹിക്കണം സ്നേഹിക്കണം എന്നാണ്. ഭയങ്കരമായിട്ട് സ്നേഹിക്കണം. നാല് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സ്നേഹിക്കണം. ഇതിന് നമുക്ക് അറിയില്ല പലർക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുമില്ല. സ്നേഹിക്കേണ്ട എങ്ങനെയാണെന്ന് പഠിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. സ്നേഹമുണ്ട് എന്ന് മറ്റേ ആൾക്ക് തോന്നണമെങ്കിൽ ഒരു കാര്യം, അവര് പറയുന്നത് കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തത്, അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മയും അറിയണം. എന്നിട്ട് അതിനനുസരിച്ച് പെരുമാറണം. അവരുടെ ഭയങ്ങൾ അറിയണം, അവരുടെ സങ്കടങ്ങൾ അറിയണം. അതിനനുസരിച്ച് പെരുമാറുമ്പോഴേ സ്നേഹമുണ്ടെന്ന് തോന്നുള്ളൂ. അതായത് അതല്ലാതെ നമ്മളിപ്പോ ഒരു വലിയ ഒരു പവൻ സ്വർണമോ അതല്ലെങ്കിൽ നല്ലൊരു സാരിയോ വാങ്ങിക്കൊടുത്തത് കൊണ്ട് ഒരു കാര്യമില്ല. ഇത് അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ, നമ്മൾ ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ഒരു 5000 രൂപയുടെ ഒരു ചുരിദാറോ അല്ലെങ്കിൽ സാരിയോ അങ്ങനെ എന്തെങ്കിലും കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കണം, സ്നേഹത്തോടു കൂടി കൊടുക്കണം. പക്ഷേ അതവർക്ക് ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ കാണിച്ചത്
ഒരു സ്നേഹപ്രകടനമായിട്ട് തോന്നില്ല. സ്നേഹപ്രകടനമായിട്ട് തോന്നാൻ ചിലപ്പോൾ ഒരു ഡയറി മിൽക്ക് മതിയാവും. അതായത് ഈ ഡയറി മിൽക്ക് അവർ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെന്ന് വിചാരിക്കുക. എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഉണ്ടെങ്കിൽ ഒരു 20 രൂപ മുടക്കി ഒരു ഡയറി മിൽക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാവും. ഇത് ചെറുപ്പത്തിൽ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ, അച്ഛനും അമ്മയും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ അവര് കൊണ്ടുവന്ന് തരുന്ന സാധനം ചെറുതായിരിക്കും, പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ചാടി വീണ് അതിൻ്റെ മുകളിലേക്ക് വീഴും. ഈ കുട്ടികൾക്ക് ഈ പാവകളൊക്കെ ഇഷ്ടമാണെങ്കിൽ അതെല്ലാ പാവയൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമുള്ള ഒരു പാവയെ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ ഭയങ്കര സന്തോഷമായി. ഇതേപോലെയാണ് ശരിക്കും മുതിർന്നു കഴിഞ്ഞാലും ഇഷ്ടമുള്ള സാധനം വളരെ വില കുറഞ്ഞതായാലും അത് കിട്ടുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നത്. അപ്പോഴാണ് സ്നേഹമുണ്ട് എന്നറിയുക. അപ്പൊ എൻ്റെ ഇഷ്ടത്തിനല്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും മികച്ചതല്ല സ്നേഹപ്രകടനം എന്ന് പറയുന്നത്. അതേപോലെ ഇത് പഠിച്ചെടുക്കേണ്ട ഒരു സാധനമാണ് എങ്ങനെ സ്നേഹിക്കാമെന്നുള്ളത്. കാര്യം നമ്മൾ കൂടിയൊക്കെ നിർത്തി പൈസയൊക്കെ ഉണ്ടാക്കുന്നു, നല്ല നല്ല രീതിയിൽ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹത്തോടു കൂടിയൊക്കെ പോകുന്നു. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ സമാധാനം ഉണ്ടാവില്ല. എന്തിൻ്റെ കുറവായത്? ഞാനത് ചെയ്യുന്നില്ലേ, ഞാനിത് ഇത് വേറൊരു വലിയ സംഗതിയാണ്. ഈ കണക്ക് പറയാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ കണക്ക് പറയാ. ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ. അതിൽ ഏറ്റവും കൂടുതൽ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തില്ലെന്ന്. അതിൻ്റെ വല്ല സ്നേഹം അവർക്കുണ്ടോ? അവർ വല്ലതും ചെയ്തോ? ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഞാൻ നിനക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് പറഞ്ഞ് കുറ്റം, എന്താ പറയാ, ചെയ്തതിൻ്റെ കണക്ക് പറഞ്ഞാൽ ആ പറയുന്നതോടുകൂടി ആ ചെയ്ത കാര്യം ക്യാൻസലായി പോയി. ആ ചെയ്തത് പിന്നെ ഇല്ല. അതിൻ്റെ ഒരു പിന്നെ ഒരിക്കൽ പോലും ആ ചെയ്തു കൊടുത്ത കാര്യത്തെക്കുറിച്ച് നന്മയാണെന്ന് പറയില്ല. അത് ഒരു കാര്യം ചെയ്ത് പിന്നെ അത് മൂപ്പര് വിളിച്ചു പറഞ്ഞു നടക്കുകയാണ്. അത് വീണ്ടും അത് നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് വന്നു ചേരാനുള്ളൊരു സംഗതിയാണ്. എത്ര ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ പോലും നമ്മൾ ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഒരിക്കലും വിളിച്ചു പറയരുത്. എനിക്ക് ഒന്ന് രണ്ട് അനുഭവം ഉണ്ട് എനിക്ക്. കാരണം അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യവും എനിക്ക് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ ചെയ്യേണ്ടതില്ല, അങ്ങനെ വിളിച്ചു പറയാനാണെങ്കിൽ. അത് കഴിഞ്ഞ് കാലങ്ങൾ കുറെ കഴിഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നിർത്തി. ഇത് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്ത് നല്ല കാര്യം ചെയ്താലും ഞാൻ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് പറയൂല. അങ്ങനെ പറഞ്ഞാൽ അത് പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അത് നിർത്തി. ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം, അത്രേ ഉള്ളൂ. അത് ഒരു വലിയ സംഭവമാക്കി എടുത്തു കഴിഞ്ഞാൽ അത് പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഏറ്റവും അധികം കഷ്ടപ്പെട്ട ഒരു സ്ഥലം വീടാണ്. ഈ വീട്ടുകാരെ, ഭാര്യയും മക്കളെയും കൊണ്ടാണ് ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഈ തോറ്റു കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടാവണ്ട. നമ്മൾ ഈ ഇവിടെ സന്തോഷകരമായ ഒരു ജീവിതമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഞാൻ എത്ര സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഞാൻ ഏത് സിറ്റുവേഷനിലാണോ ജീവിക്കുന്നത്
ആ സിറ്റുവേഷനിലുള്ള ആൾക്കാർ സന്തോഷമാണെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ അവിടെ സന്തോഷം ഉണ്ടാക്കിയെടുക്കലാണ് എനിക്ക് സന്തോഷം ഉണ്ടാവാനുള്ള ഒരു മാർഗം. ഇതാണ് എൻ്റെ ഒരു ചെറിയ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, അവിടെ ഞാൻ സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങളും സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ എളുപ്പം സന്തോഷമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ്. അപ്പൊ എന്ത് വേണം? ഈ പറഞ്ഞ വീട്ടിലുള്ള അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും മക്കളായാലും ഇവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം ഉണ്ടാവും. അത് നേരത്തെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നേരെ തിരിച്ചാ ചെയ്തിരുന്നത്. ഞാൻ കുടിക്കുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. ഇപ്പം നമ്മളത് മാറ്റിയിട്ട് എനിക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഞാൻ വലിയ മെനക്കെടുന്നില്ല. മറിച്ച് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റായിട്ട് എൻ്റെ സന്തോഷം വരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒരു വേറെ ഒരു ടെക്നിക്ക്. പിന്നെ വീട്ടിലുള്ളവരുടെ ആയിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടലാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടതെന്ന് പറയണം. പിന്നെ ഒരു കാര്യം ഉള്ളത് ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആത്മീയതയെ കുറിച്ച് എല്ലാവരും പലരും വ്യത്യസ്തമായി തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്, ആത്മീയത എന്ന് പറയുന്നത് ഈ ദൈവത്തെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന പ്രകീർത്തിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല. ദൈവത്തിന്റെ ഒരു സ്വഭാവം, ദൈവത്തിന് സ്വഭാവമുണ്ട്. എന്താണ്? നന്മയാണ് ദൈവത്തിന്റെ മുഖമുദ്ര. നല്ലത്, പോസിറ്റീവാണ് ദൈവം. അപ്പം ശരിയായ ചിന്ത, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി, ഇതൊക്കെയാണ് നല്ല ആത്മീയതയുടെ ഒരു ഇൻഡിക്കേറ്റർ. ഇതേപോലെ സത്യം, ധർമ്മം, സത്യമുള്ള കാര്യങ്ങൾ പറയുന്നോണോ പറയാതിരിക്കുക, ധർമ്മം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പരിക്കേക്കാതെ, നീതി, ന്യായം, അതുപോലെ തന്നെ സ്നേഹം, ക്ഷമ ആണ് വേറൊരു സംഗതി, ഫോർഗീവ്നെസ്. ക്ഷമയുടെ കാര്യത്തിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മറ്റുള്ള ആൾക്കാരുടെ പെരുമാറ്റം, സ്വഭാവം, അതൊക്കെ ഞാനതിനെ ഉൾക്കൊള്ളുന്ന രീതി ചിലപ്പോൾ എനിക്ക് തീരെ പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ആത്മീയത ഇല്ലാത്തൊരു സ്വഭാവമാണ്. ആത്മീയത ഉള്ള ഒരാൾക്ക് പ്രകൃതിയിലെ എല്ലാ ശക്തികളെയും ജീവജാലങ്ങളെയും അതിൻ്റെതായ രീതിയിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് ആത്മീയതയുടെ ഒരു ലക്ഷണം. എല്ലാത്തിനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇനി സംഭവങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവും, പ്രതിഭാസങ്ങൾ അങ്ങനെ ഉണ്ടാവും, പ്രകൃതി പ്രതിഭാസങ്ങൾ, മഴ, കാറ്റ്, ഇടി, ഇതൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ദുരന്തങ്ങൾ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ മരിക്കുന്നു, സംഭവിക്കുന്നു, അതൊക്കെ ഉണ്ടാവും. രോഗങ്ങൾ ഉണ്ടാവും. രോഗം വരികയും ചെയ്യും, പോവുകയും ചെയ്യും. രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടാവും, പരീക്ഷയ്ക്ക് തോൽവിയൊക്കെ ഉണ്ടാവും, മക്കളെ തോറ്റുപോകും എന്ന് വേണ്ട. ഇതുപോലെ ഒരുപാട് സംഗതികൾ നിത്യജീവിതത്തിലെ സാധാരണ. ഇതിനെ അതേപടി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് ശരിക്കും ക്ഷമ എന്ന് പറയുന്നത്. ഇത് പൊതുവേ നമ്മളിൽ കുറവായിരിക്കും. കാരണം അതിനങ്ങോട്ട് സ്വീകരിച്ച് ഉൾക്കൊണ്ട് എന്താ പറയാ, നിൽക്കുന്നതിന് മുമ്പ് തന്നെ വല്ലാതെ അങ്ങോട്ട് അസ്വസ്ഥമായി കളയും. ഈ ക്ഷമ എന്ന അതിനെ ക്വാളിറ്റി വളർത്തിയെടുക്കണമെങ്കിൽ നല്ല പണിയാണ്. ഇത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ക്ഷമാപൂർവം കേൾക്കുക, ഏത് സംഗതിയെയും ക്ഷമയോടുകൂടി നേരിടുക എന്നുള്ളത്, അതും ഏറ്റവും കൂടുതൽ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്.
പിന്നെ എന്നുള്ളതിന് രണ്ടാമത്തെ ഭാഗം ക്ഷമിക്കുക എന്നുള്ളത്. മറ്റ് ഞാൻ എന്നോട് തെറ്റ് ചെയ്തത് ഞാൻ ക്ഷമിക്കുന്നത് പോലെ തന്നെ ക്ഷമ ചോദിക്കുക എന്നുള്ളത്. ഞാൻ പറയാതെ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ, പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നേക്കാളും നല്ലത് നമുക്കത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും വെച്ച് നടക്കരുത്. അത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് പോയിട്ടൊരു ക്ഷമ ചോദിച്ചാൽ അത് അപ്പൊ തന്നെ അത് ക്ലോസ് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ തോറ്റുപോയി എന്നൊരു തോന്നല്, തോറ്റുപോകുന്നൊരു തോന്നലുള്ളതുകൊണ്ട് അത് ചോദിക്കാനും പോകില്ല. പക്ഷെ അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. അത് വീട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വർത്തമാനത്തിൽ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവാം. ഒരു ഡയലോഗ് പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞത് സോറി ട്ടോ, അത് അന്നത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാ, അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞ് അതിനോട് ഒരു സോറി പറയുന്നത് തെറ്റുമല്ല, തോൽവിയല്ല. പറയാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്, ഒരു ക്ഷമ ചോദിക്കാന്ന്. അത് ശീലിച്ചെടുക്കുകയാണെങ്കിൽ കുറെ കൂടി നല്ല രീതിയിലേക്ക് നമുക്ക് കുടുംബജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒന്നുള്ളതാണ് നന്ദി പറയാനുള്ളത്. ഇത് പല സ്ഥലത്തും ഇല്ല. നന്ദി എന്ന് വെച്ചാല് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വേറെ ഒരാൾ നമുക്ക് വേണ്ടി ചെയ്താൽ തീർച്ചയായിട്ടും അത് നന്ദി അർഹിക്കുന്ന ഒരു കാര്യം. അത് അവരുടെ കടമയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ എന്താ പറയാ, ഒരു വലിയ ഇത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടം. അതായത് ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇവർക്ക് എന്നോട് ഇഷ്ടമുണ്ടാകാനാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ നിരാശരാകും. അപ്പൊ അത് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വികാരം അതെൻ്റെ കടമയാണ്, ഞാൻ എന്താ പറയാ, എന്തായാലും അത് ചെയ്യേണ്ട ആളാണ്, ഞാൻ ചെയ്യാനുള്ള കാര്യമാണ് ചെയ്തത്, അതിനിപ്പോ എനിക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിക്കൊള്ളണം എന്നില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാവും. അതല്ലാതെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവര് എന്താണ് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല, ഞാൻ അത്രയും ചെയ്തു കൊടുത്തല്ലേ, എന്നിട്ട് ഒരു ഇതുമില്ല എന്ന് പറയാനിടയാണ്. നല്ല എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് അടുത്ത്. അപ്പം അയാൾ കല്യാണം കഴിച്ച വീട്ടിലെ ഭാര്യ വീട്ടിൽ 2 അനിയത്തിമാരെ കല്യാണം കഴിച്ചു കൊടുത്ത അയാളാണ്. അതിനുള്ള പൈസയൊക്കെ കൊണ്ട് കൊടുത്തത് അയാളാണ് കൊടുത്തത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൂടി കഴിഞ്ഞപ്പോൾ ഇയാള് ഇത് മുഴുവനും വിളിച്ചു പറഞ്ഞു, എടീ നിന്റെ 2 അനിയത്തിമാരെ ഞാനല്ലേ കെട്ടി ചേച്ചത്, ഓഫീസിലായിരുന്നല്ലോ, അനാണ് ശനിയാണെന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി എന്തായി, ആ ചെയ്ത എല്ലാ സഹായവും തീർന്നു പോയി. അതുകൂടി അവസാനിച്ചു. മറ്റേത് അത് നിലനിന്നേനെ, എന്തെങ്കിലുമൊക്കെ ഇവരൊക്കെ ചെയ്തേനെ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന പരിപാടി നിർത്തിയെന്ന് മാത്രമല്ല, അവര് പിന്നീട് കണ്ടാമിണ്ടാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്തു. വെറുതെ വിളിച്ചു പറഞ്ഞ് ഉള്ള എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പൊ ചെയ്ത ഉപകാരം പറഞ്ഞു കഴിഞ്ഞാല് ആ ഉപകാരം ചെയ്തതും പോയി, പിന്നീട് അവരൊരിക്കലും മിണ്ടാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. അതായത് അതിൻ്റെ ഒരു റൂള് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ പറയാറുണ്ട്. അത് ആ ചെയ്യുന്നതോടുകൂടി അത് അവിടെ അവസാനിക്കണം. അതിങ്ങനെ മനസ്സിൽ കൊണ്ടായിരുന്നു അത് പിന്നീട് കണക്ക് പറയുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട
കാര്യം. പിന്നെ ക്ഷമ, വിനയം, മനസ്സിലാക്കല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ തെറ്റുകൾ, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പഠിച്ച് നമ്മൾ ഇതിനെ സൃഷ്ടിക്കുക എന്നാ പറയുക മനസ്സിന്. ചിലപ്പോ ഈ ഈ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഭാര്യയൊക്കെ ആണെങ്കിൽ അവർ പറയും ഇയാൾക്ക് ഭയങ്കര ഈഗോ ആണെന്ന് പറയും. ഈഗോ, അതായത് ഇയാളുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്നതോ അല്ലെങ്കിൽ ഇയാൾ വിചാരിച്ചതുപോലുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നതെങ്കിലോ ഒക്കെ പെട്ടെന്ന് കയറി പ്രതികരിക്കും. അപ്പൊ പെട്ടെന്ന് കയറി പ്രതികരിക്കുന്ന ആൾക്കാരെ ഈഗോയിസ്റ്റുകൾ എന്നാണ് ചിലപ്പോൾ പറയാം. ഈഗോ ആണ്, അതായത് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സുള്ള ഒരാളാണ് ഈഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത്. പല മദ്യാസക്തരെ കുറിച്ചും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര ഈഗോ ഉള്ളവരാണ്. അതായത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള കഴിവ് പൊതുവേ കുറഞ്ഞു പോയവരെ. അപ്പൊ അതുകൊണ്ട് ഇനി ചിലപ്പോഴൊക്കെ ഈ പല അംഗങ്ങളും പറയാറുണ്ട് മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ നല്ല പെരുമാറ്റം. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ മാറുകയും ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ ഇതേ പെരുമാറ്റമേ അല്ല പുറമേ കാണുമ്പോൾ ഒക്കെ. ഇതിന്റെ ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും നല്ല മൂഡിലാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പൊ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ ചെന്നാൽ സ്വമേധയായി എനിക്ക് ഹാപ്പിയാവും. പക്ഷെ അതേ ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇവിടെ ആർക്കും ഹാപ്പി അല്ല, എല്ലാവരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഞാനും എന്തായി മാറുന്നു? ഹാപ്പി അല്ലാതായി മാറുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇതിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മുകളിലാണ് സാധാരണ നമ്മൾ കെട്ടിവെക്കുക. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പരിശീലിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്, ഈ ഹാപ്പി അല്ലാത്ത വീട്ടിലെ അന്തരീക്ഷത്തിലെ ഹാപ്പി ഉണ്ടാക്കേണ്ട ചുമതല എനിക്കാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് ഹാപ്പി കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഹാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നതിലേക്ക് ഞാൻ മാറണം. അത് എന്നെക്കുറിച്ച് ഒരു ചെറിയ ഇത് പറയുന്നത്, അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് പറയുന്നത്, ഒരു അസ്വസ്ഥമായ ഒരു മരണ വീട്, ശവടൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ അസ്വസ്ഥമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു 2 വയസ്സോ 3 വയസ്സോ ഉള്ള കുട്ടി അവിടെ കിടന്ന് കുറെ തമാശയിൽ കളിക്കുകയോ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും ചിരിക്കും, എന്തെങ്കിലും തമാശ പറയുമോ. കാരണം കുട്ടിക്ക് ഈ മരണത്തെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് ടെൻഷനില്ല. അപ്പൊ ആ കുട്ടി വിചാരിച്ചാൽ, നന്നായി വിചാരിച്ചാൽ അവിടെ ഒരു 10-20 പേരുടെ 20 പേരെയും സന്തോഷിപ്പിക്കാൻ കഴിയും. അല്ലാണ്ട് ആ 20 പേരും സന്തോഷിച്ചത് കൊണ്ടല്ല കുട്ടിക്ക് സന്തോഷം ഉണ്ടാവുന്നത്, മറിച്ച് കുട്ടി സന്തോഷിക്കുമ്പോൾ ആ 20 പേരും സന്തോഷിക്കാൻ. ഇതൊരു ടെക്നിക്കാണ്. ഞാനും അത് കുറെ പരിശീലിച്ച് നോക്കിയതാണ്. അത് നടക്കുന്ന കാര്യമാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ നല്ല ഹാപ്പി മൂഡിൽ ആണെങ്കിൽ എന്നോട് സംസാരിക്കുന്നവരും ഹാപ്പി മൂഡിലായി. ഞാൻ വന്നേ പാടെ ഇവരുടെ മുഖത്ത് നോക്കിയപ്പോൾ എല്ലാവരും മുഖം വളരെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കണം. ഞാനും അത് മൂഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ അത് പോയി. ഞാനും മൂഡ് ഔട്ടായി മുഖം വാടിയാൽ സംഗതി അവിടെ അവസാനിച്ചു. മറിച്ച് അവിടെ സന്തോഷമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും കൂടി ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് എയുടെ പടികളാണ് കേട്ടോ. എയുടെ പടികൾ എന്ന് വെച്ചാൽ, ഈ പടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മനസ്സിലെ ഈ ചിന്തകളെ മാറ്റി പുതിയ ഒരു ചിന്ത കൊണ്ടുവരാനുള്ള പ്രോസസ്സാണ് പടികളിലുള്ളത്. അതിനാദ്യം അത് കണ്ടെത്തണം, പിന്നെ അതിന് ദൈവത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവണം, പിന്നെ അത് ഏതൊക്കെയാണ് മാറ്റേണ്ടതെന്ന് കണ്ടെത്തണം, ഈ പറഞ്ഞതിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടെത്തണം. എന്നിട്ട് അത് പങ്കുവെച്ചിട്ടോ മറ്റുള്ളവരോട് പങ്കുവെച്ചോ അതല്ലെങ്കിൽ ദൈവത്തിനോട് ഏറ്റു പറഞ്ഞോ തയ്യാറാവണം. എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ടത് മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുന്നു.
അങ്ങനെ ഞാൻ ഇന്നലത്തെക്കാളും ഇന്ന് വളർന്നിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓരോ ദിവസവും ഞാൻ വളരുന്നുണ്ടോ, ഞാൻ എത്രമാത്രം വളർന്നു, ഞാൻ എങ്ങോട്ടാണ് യാത്ര പോകുന്നത്, എൻ്റെ പ്രതീക്ഷ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ഏഹ്, മനസ്സിലാക്കുകയും എന്നിട്ട് അതിനുള്ള ധൈര്യവും ശക്തിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സമയം നോക്കി ദിവസവും പ്രാർത്ഥിക്കുക. നല്ല സമയം മീൻസ് ഇഷ്ടപ്പെട്ട സമയം നോക്കി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതായത് വളരെ കുറഞ്ഞ ദിവസം കൂടി ഇനി ഭൂമിയിലുള്ളൂ. ഞാനിപ്പോൾ നോക്കിയിട്ട് നമ്മുടെ അടുത്ത ഈ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് 2 സുഹൃത്തുക്കൾ മരിച്ചു. അപ്പൊ എനിക്കിതൊരു വലിയ തിരിച്ചറിവാണ്. അപ്പോൾ ഇനി എത്ര കാലമാണ് നമ്മളിവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് ഒരു വിവരമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എന്നെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ആ, 2 കാര്യങ്ങളാണുള്ളത്. ഞാൻ പിണങ്ങിയ ഒരാള് പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്നെങ്കിലും ഒരു പിണങ്ങി, അതേപോലെ തന്നെ ഞാൻ ആ ഒരാളോട് പിണങ്ങിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ കിടപ്പിലായി പോയി കഴിഞ്ഞാലോ അതെനിക്ക് അതിലേറെ പ്രശ്നമാണ്. പിന്നെ അത് പരിഹരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പരിഹരിക്കാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം. അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖമായിട്ട് പോവാം. ഏതായാലും 10 കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എളുപ്പമല്ല ഇതൊന്നും, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എളുപ്പമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ സാധ്യമാണ്. കുറേശ്ശെ കുറേശ്ശെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് ഞാനാണ്. ഞാൻ മുൻകൈയ്യെടുത്ത് ശ്രമിക്കുക. ബാക്കിയുള്ള എല്ലാം നന്നായിട്ട് ഞാൻ ആവാം എന്ന് വിചാരിക്കേണ്ടതില്ല. അതിനുള്ള ശ്രമം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഈ കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സുബോധത്തിന് സന്തോഷം, നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വിജയ മാഷെ. താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, നമ്മുടെ വിജയ മാഷ് ലൈനിലുണ്ട്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് കൂടി സമയമുണ്ട്. മാഷ് ലൈനിലുണ്ട്. സുഹൃത്തുക്കളെ, ഹലോ ശ്രീനേട്ടാ. ഓ സുധീഷ് ഭായ് പറയൂ. പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ ദൈവാനുഗ്രഹത്താലും കൂട്ടായ്മ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന ദിവസം മദ്യവെച്ചില്ല. എൻ്റെ പേര് രതീഷ്. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. എന്നുവെച്ചാല് രതീഷ്. ഇപ്പൊ മാസം ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഈ നിമിഷം കടന്നുപോയി ഇത്ര. ഇപ്പൊ മാഷ് പറഞ്ഞ വെച്ചാൽ നമ്മളെ ഈ സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞത് എന്ന് വെച്ചാല് ഇപ്പൊ ആ കുട്ടീന്റെ ഒരു അവസ്ഥ പറഞ്ഞ സമയത്ത് ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് ഇപ്പൊ കേറി വന്നല്ലോ. ഞാനും എൻ്റെ അമ്മയും പെങ്ങളും കൂടി താമസിക്കും. അപ്പൊ എന്തോ കറീന്റെ എന്തോ ചെറിയ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഈ കർക്കിടക മാസം ആയതുകൊണ്ട്, നോമ്പായതുകൊണ്ട് എനിക്ക് പച്ചക്കറി മാത്രമേ വെക്കൂ. അപ്പൊ പെങ്ങൾക്ക് എന്തോ മീൻ കിട്ടിയോണ്ട് അമ്മനോട് എന്തോ കഷ്ണം വെക്കാണ്ട് പറഞ്ഞ അമ്മ പറഞ്ഞ് അത് കുറച്ച് കൂടുതലായി പോയിട്ടും പറഞ്ഞത് നിങ്ങളെ മോന് മാത്രം കഷ്ണം കഴിച്ചാൽ വന്നിട്ട് അങ്ങനെ വല്ലാത്തൊരു സൗണ്ടിൽ വർത്താണ്. അപ്പൊ അമ്മക്ക് ദേഷ്യം പിടിച്ചിട്ട് അമ്മേനെന്തോ ന്യായീകരിച്ചിട്ട് അതിനെ വർത്താനം പറഞ്ഞു. അമ്മേനെ ന്യായീകരിച്ച് വർത്താനം പറഞ്ഞ് അപ്പം അത് വലിയ വഴക്കിലേക്ക് പോയി. അപ്പൊ എനിക്കെന്ന് വെച്ചാല് വല്ലാണ്ട് ടെൻഷൻ. ഇതിന് വന്ന് മറുപടി പറഞ്ഞാൽ പിന്നെ കൂടുതൽ വഷളാവും. അപ്പൊ അല്ലെങ്കിൽ നിർത്തുന്നു പറയാനൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ലാസ്റ്റ് പോയി വിജയ് മാഷ് പറഞ്ഞാൽ നീ പടികളിലേക്ക് കൂടി സഞ്ചരിക്കുമ്പോന്ന് സത്യം പറഞ്ഞാല് അതന്നെയാണ്. എന്ന് വെച്ചാല് അതിനെ അതൊരു രോഗാവസ്ഥയാണെന്നും അത് തിരിച്ചറിയാത്തോണ്ട് പറയുന്നതെന്നും പറഞ്ഞ ഒരു കൃത്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഈ നിമിഷം കടന്നു പോയതേ ഉള്ളൂ. അത് പറയുമ്പോൾ എന്റെ മനസ്സും കൂടി ഒന്ന് ഫ്രീ ആയി. നമ്മൾ പഴമക്കാരോട് പങ്കുവെക്കുമ്പോൾ മീറ്റിംഗിൽ തന്നെ പങ്കുവെക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട്. അപ്പൊ എന്ന് വെച്ചാല് ഇതെല്ലാം തന്നെയാണ് എനിക്ക് കിട്ടുന്ന അനുഗ്രഹം. എന്ന് വെച്ചാൽ കൂട്ടായ്മ കൂടി സഞ്ചരിക്കുമ്പോൾ ഓരോ അനുഭവത്തിലേക്ക് കൂടി ഓരോ നിമിഷവും പോകുന്നു.
അപ്പൊ പങ്കുവെക്കുമ്പോൾ സുഖമായിട്ട് എനിക്കൊരു ധൈര്യം കിട്ടാം. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെ സന്തോഷം കണ്ടെത്തുന്ന പടികളിലേക്ക് കൂടി സഞ്ചരിച്ചാൽ മാത്രമേ പറ്റൂന്നില്ല കാര്യം. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പൊ മാഷിന് എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ശ്രീനോട്ടാ. താങ്ക് യു രതീഷ്. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അവിടെ പ്രതികരിച്ചല്ലോ, എന്തെങ്കിലും പ്രതികരിച്ചല്ലോ. ആ ഇപ്പൊ തന്നെ അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നല്ലോ, അതങ്ങനെ സംഭവിച്ചിട്ട് കഴിഞ്ഞല്ലോ. ഇതേ സംഭവം ഇനി ആ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഇപ്പൊ തീരുമാനം എടുത്തു വെക്കണം. ഇതേപോലുള്ള ഓക്കെ സംഭവേ മാഷെ. ഇനിയും ആ ആ വരുമല്ലോ. ആ ആ വരും വരും. സമയത്ത് ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ അമ്മയും പെങ്ങളും എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്നെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇനി വന്നാൽ ഞാൻ അവിടെ ഏത് നിലപാടായിരിക്കും എന്നുള്ള വിവരം ഇപ്പൊ കുറച്ച് നേരം ആലോചിച്ചിട്ട് തീരുമാനം എടുത്ത് വെക്കുകയാണെങ്കിൽ എങ്കിൽ വളരെ വേഗം നമുക്കത് മാറ്റാൻ കഴിയും. ഇല്ലെങ്കിൽ വീണ്ടും അന്നേരവും സഡൻ ആയിരിക്കും. സഡൻ ഒരു സാധനം വരുന്നതിന് മുമ്പ് ഈ മൊത്തത്തിൽ എടുത്താൽ മതി. ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത പെരുമാറ്റം അവരുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ പകരം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഈ ലോജിക്കിനനുസരിച്ച് ഒരു സാധനം തിരഞ്ഞെടുക്കുക. ഓക്കെ മാഷെ, താങ്ക് യു. താങ്ക് യു താങ്ക് മാഷേ, യു താങ്ക് മാഷെ. യു, താങ്ക് യു, താങ്ക് യു മാഷെ, നന്ദി. താങ്ക് യു രതീഷ് ഭായ്, താങ്ക് യു. സുഹൃത്തുക്കളെ, അടുത്ത ആരാണ് കടന്നു വരുന്നത്? മാഷ് പറഞ്ഞ വിഷയത്തെ കുറിച്ച് ഇപ്പോ രതീഷ് ഭായ് പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ മാഷ് ലൈനിലുണ്ട്. സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്തനാണ്. എൻ്റെ പേര് ജോളി. ചോദിച്ചേട്ടാ. ജിമാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ജിമാഷ് പറഞ്ഞ അത്രയും സഹിഷ്ണുതയോടുകൂടി ഒക്കെ അതിനെ അഭിമുഖീകരിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പെട്ടെന്നുണ്ടാവുന്ന ആ ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ അധികവും ഇപ്പം ആദ്യത്തെ കുറേ നാളുകളൊക്കെ ഞാൻ പിന്നീട് പോയിട്ട് ക്ഷമ പറയുമായിരുന്നു. പിന്നീട് ഒക്കെ ഞാൻ മിക്കവാറും ചെയ്യുന്നത്, ഞാൻ ആ സാഹചര്യത്തിൽ നിന്ന് പയ്യെ സോറി പറഞ്ഞ് എന്തിനാ സോറി പറഞ്ഞേ എന്ന് ചോദിച്ചാലും ഒന്നുമില്ല എന്ന് മാറിപ്പോയിട്ട്. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ദേഷ്യം, പണ്ട് ഞാൻ ആ ഓടനെ പോയി കുപ്പി മേടിച്ച് കുടിക്കുക, വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, എന്നിട്ട് വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുക. കയ്യാങ്കളിയൊന്നുമില്ലെങ്കിലും ഈ വാക്കുകൾ കൊണ്ടുള്ള പോരായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുള്ള. ഇപ്പോൾ അത് ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുക. കാരണം വെച്ചാൽ എനിക്ക് മാറ്റാൻ കഴിയാത്തതാണത്, അതങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തോടുകൂടി ഞാൻ അതിനകത്ത് സ്കൂട്ടാവും, ഒന്നുമില്ല എന്നും പറഞ്ഞ് മാറിപ്പോവുക. ഒരു സർനെറ്റ് പ്രെയർ ചെല്ലുക. അതിലൂടെ എനിക്കൊരു ആത്മനിർവൃതി എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഈ പൂർണ്ണമായ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുവാൻ അത്രമാത്രമുള്ള ഒരു ചാതുരതയോ അല്ലെങ്കിൽ വൈദഗ്ധ്യമോ ഒന്നും ഉള്ളൊരു ആളല്ല. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ തൊട്ടേ പണ്ട് തൊട്ടേ ഉള്ള ആ ഒരു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ വെട്ടൊന്ന് തുണന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത തെറ്റുകളാണെങ്കിൽ ഞാൻ അംഗീകരിക്കും, അല്ലാത്ത തെറ്റുകൾക്ക് ഞാൻ ഏതറ്റം വരെയും പോവുക എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് സ്വഭാവം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ 50 പൈസയ്ക്ക് വേണ്ടി 50 രൂപ ഞാൻ മുടക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ 50 പൈസ അങ്ങ് പൊക്കോട്ടെ എന്നുള്ളതല്ല. കാരണം അതെനിക്ക് 50 പൈസ എനിക്ക് കിട്ടേണ്ടതാണ്.
എന്ന ആ ഒരു ടൈപ്പ് സ്വഭാവം ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തനിയാവർത്തനം പോലെ ആണ് സാറ് അത് പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്കത് ബോധ്യപ്പെട്ടു. ഇനിയും അത് എങ്ങനെയൊക്കെ കുടുംബത്തിൽ, കാരണം എല്ലാവരും പറയാറുണ്ട് ഞാൻ ആൽക്കഹോളിക്കാണ്, ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല, സന്തോഷമാണ് എന്ന്. കുടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം സന്തോഷമാണ്. അതിപ്പോൾ സാറ് ആദ്യം പറഞ്ഞ കണക്ക് നമ്മളൊരു വീട് വെച്ചു, 1 കൊല്ലോ 2 കൊല്ലോ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സന്തോഷം പോയി. ആദ്യകാലങ്ങളിൽ കുടിക്കാതിരുന്നപ്പോൾ അതൊരു സന്തോഷം, ഞാൻ എത്ര ദിവസമായല്ലോ എനിക്കതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞല്ലോ, അതൊരു സന്തോഷമായിരുന്നു. പിന്നീട് വർഷങ്ങളായി കഴിഞ്ഞപ്പോൾ ആ കുടിച്ചില്ല എന്നുള്ളതിന് ആ സന്തോഷം അല്ല, മറ്റു പല സന്തോഷങ്ങൾക്കും വേണ്ടിയാണ് മനുഷ്യൻ സന്തോഷങ്ങളുടെ പുറകെ പോവും എന്ന് പറഞ്ഞ പോലെ ഇതാണ്. അപ്പം വീട്ടിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും മറ്റുള്ള ഏത് പ്രശ്നങ്ങളാണെങ്കിലും സംസാരിച്ചു വരുമ്പോഴത്തേക്കും അത് അപ്പോൾ പിന്നെ ഞാൻ ഓർക്കും, അപ്പം ഇത് പണ്ട് സാറ് ഇതിന് ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നുന്നു, അന്ന് എനിക്ക് പറയാൻ ഒരു സമയം ഇല്ലാത്ത ഒരു സമയം തീർന്ന സമയമായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ബന്ധുമിത്രാദികൾ ഇതിനകത്ത് ഒത്തിരി ഭാഗവാക്കുകളാകുന്നില്ലേ എന്നെനിക്കൊരു, കാരണം അറിഞ്ഞോ അറിയാതെയോ, കാരണം മറ്റുള്ളവരുടെ സഹോദരിമാരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ ഈ കുടുംബജീവിതം, നമ്മളൊരൊറ്റയ്ക്ക് ഒരു കുടുംബജീവിതം നയിക്കുന്നു. അപ്പോൾ ഭാര്യ, അവിടെ സഹോദരിമാരുണ്ട്, അമ്മയുണ്ട്, മറ്റുള്ളവരുണ്ട്, നീ എന്താ അങ്ങനെ ചെയ്യാത്തത്, അല്ലെങ്കിൽ അതങ്ങനെ പറഞ്ഞ് അങ്ങനെയല്ലായിരുന്നു വേണ്ടത് എന്നുള്ള ഈ കുറ്റപ്പെടുത്തൽ വരുമ്പോൾ അവർ പറഞ്ഞതിനകത്തും അല്പം കാര്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആവശ്യമില്ലാതെ ചൊറിയാൻ പോയി അടി മേടിക്കുന്ന പല സാഹചര്യങ്ങളും എൻ്റെ ഇതിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി നിന്നു. കാരണം അവരാരെന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല. അത് അവരുടെ കാര്യം, അവർ നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. പക്ഷെ എനിക്ക് അതിനകത്ത് ഇടപെടാൻ സാധിക്കത്തില്ല. അത് ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിന് അതൊരു ബുദ്ധിമുട്ടാകും. അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, അവരുടെ ഇഷ്ടങ്ങൾ അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഒഴിഞ്ഞു മാറി അവിടെയല്ല ഇവിടെയല്ല എന്നുള്ള രീതിയിൽ മാറിപ്പോകാറുണ്ട്. അതും ഈ കുടുംബത്തിലെ ഈ കലഹങ്ങളും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു മാധ്യമമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും വിജയ് സാറിന് നല്ലൊരു വിഷയം, നല്ല അനുഭവ കഥകളായിരുന്നു. വളരെ നന്ദിയുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. താങ്ക് യു. ഓക്കെ ജോലിച്ചേട്ടാ, ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഈ നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വിശകലന ചിന്തയാണ്. അതായത് അത് നന്നായി വിശകലനം ചെയ്ത് അത് ശരിയും തെറ്റും നല്ലതും ചിത്തമൊക്കെ നോക്കി, അപകടമുള്ളതും ഇല്ലാത്തതൊക്കെ നോക്കി വിശകലനം ചെയ്തിട്ട് ആണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. ഈ വിശകലനം ചെയ്യണമെങ്കിൽ സ്വസ്ഥമായ മനസ്സിൽ മാത്രമേ ശരിയായ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും വികാരം നമ്മളിൽ വന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ വിശകലന ശേഷി നഷ്ടപ്പെടും. അപ്പോൾ അന്നേരം തോന്നുന്നത് എന്താണോ ആ ചിന്തയുടെ കാര്യമാണ് നമ്മൾ പ്രവർത്തിക്കുക. ഇതാണ് നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഒന്നുകിൽ ഭയം, അല്ലെങ്കിൽ വെറുപ്പ്, അസൂയ, സന്തോഷം, സങ്കടം, ദേഷ്യം, ഏത് വികാരം വന്നാലും ആ വികാരം നമ്മളിൽ ചിന്താശേഷിയെ, വിശകലന ശേഷിയെ നഷ്ടപ്പെടും. ചിന്തിക്കുന്നില്ലെന്നല്ല, ചിന്തിക്കുമ്പോൾ ആ എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രം സ്ട്രോങ് ആയിട്ട് ചിന്തിക്കും. അല്ലാതെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കൊന്നും മാറി ചിന്തിക്കാൻ
നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ വികാരം വരുന്ന സമയത്ത് ഈ പ്രതികരണം ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് വികാരം നോർമലായ ശേഷം അതിന് എന്തെങ്കിലും മറുപടി പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയാ. ഇതാണ് ശരിക്കും ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം. അല്ലാതെ വികാരം വരരുതെന്ന് വിചാരിച്ചാൽ പറ്റില്ല. വികാരം വരണല്ലോ. അതെല്ലാവരും മനുഷ്യനാണെങ്കിൽ എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല, അതൊരു തോറ്റു കൊടുക്കലല്ല, അതൊരു കീഴടങ്ങി കൊടുക്കലൊന്നുമല്ല. അത് നമുക്ക് വിജയിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. നല്ല നല്ല ഷെയറിങ് ആയിരുന്നു ജോർജ് ചേട്ടാ. താങ്ക് യു. താങ്ക് യു ജോളി ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മച്ച്. ഓക്കെ താങ്ക് യു. സുഹൃത്തുക്കളെ, നമുക്ക് കുറച്ച് നേരം കൂടി ഉണ്ട്. അടുത്താരാണ്? ഇനി സാറ് അടുത്ത ദിവസം ഇത്തരമുള്ള ഏതെങ്കിലും ഒരു ക്ലാസ് വരുമ്പോഴത്തേക്കും ഈ കുടുംബത്തോടനുബന്ധിച്ചിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്കിപ്പോൾ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും എന്നെ സ്നേഹിക്കുന്നവരാ. എനിക്ക് ഒത്തിരി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തൊട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് ഞങ്ങളെ വലിയ സാമ്പത്തിക ഭദ്രത എന്നുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒത്തിരി സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടില്ല. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ അവതരിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ അതൊരു വിദ്വേഷത്തിൻ്റെ ഭാവത്തിലേക്ക് വരും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആ കള്ളുകുടിയുടെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ കണ്ടമാനം ഈ തർക്കത്തിൽ ഇടപെട്ട് വീണ്ടും മദ്യപിക്കുന്ന, കാരണം ജയിക്കാൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ അവരുടെ മുമ്പിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നമ്മൾ ശോഭിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വയം ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും പോയി ആവശ്യത്തിന് കഴിച്ചിട്ടുള്ളതായിരിക്കും, പക്ഷേ വീണ്ടും പോയി കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നൊക്കെ ഞാൻ ഇപ്പം ഇതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അന്നൊക്കെ കാണിച്ച അത് വിഡിത്തമായി പോയി. അങ്ങനെയൊക്കെ കാണിച്ച് ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ സാമ്പത്തികവും എൻ്റെ കുടുംബജീവിതത്തിലുള്ള അസ്വസ്ഥതകളും എല്ലാം ആയിപ്പോയി എന്നുള്ള ആ ചിന്താഗതിയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതെല്ലാം വിട്ടുകളഞ്ഞു. കാരണം വെച്ചാൽ ഇനിയൊരു പുതിയ ജീവിതം, ഇന്നെന്താണോ അതിനെ ഉൾക്കൊള്ളുക, അതിനെ കാണുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്താൻ ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു. താങ്ക് യു. താങ്ക് യു ജോർജ് ചേട്ടാ. സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റിംഗിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 മിനിറ്റ് കൂടി എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. എന്താണ് എല്ലാവരുടെ അഭിപ്രായം? മീറ്റിംഗ് ക്ലോസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് മീറ്റിംഗിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ നമ്മൾ മീറ്റിങ്ങിനെ ക്ലോസ് ചെയ്യാണ്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സമയം ചിലവഴിച്ച വിജയ മാഷിനോട് ഫിറ്റ്നസ് സാറിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയും മാഷ് എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. തന്നെയുമല്ല, ഇന്ന് ഓൺലൈൻ മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നാളെയും 10 മണിക്ക് ഫിറ്റ്നസ് സ്റ്റാർ ഗ്രൂപ്പ് മീറ്റിംഗിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. 7 വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. 7 വാഗ്ദാനങ്ങൾ. നമ്മുടെ പുരോഗതി ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അത്ഭുതപരതന്ത്രാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയിടിക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം
നന്നായി ഗ്രഹിക്കുകയും സമാധാനമെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴ്ത്തു പോയിട്ടുണ്ടെന്ന് പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ മനോഭാവം നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളുടെ സ്നേഹവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്ന് അകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണ് അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവയെല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന. ജോലിച്ചേട്ടാ. പ്രാർത്ഥന. ദൈവമേ, ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സതിയും പ്രശാന്ത മനസ്സതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. പ്ലീസ് കമ്മിങ് ബാക്ക്. താങ്ക് യു. താങ്ക് യു വിജയ മാഷേ. താങ്ക് യു ജോളിച്ചേട്ടാ. താങ്ക് യു ജിൽച്ചേട്ടായി. താങ്ക് യു അലൻ ചേട്ടാ. താങ്ക് യു അരുൺ കോശി. താങ്ക് യു രാജേഷ് ചേട്ടാ. താങ്ക് യു ശിവ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ബുച്ചാ ഇതൊന്നും ഇല്ലേ?